ആരൊക്കെ പെട്ടാലേ ഈ മോനായി പെടില്ല. തൊടില്ല ഒരു പണിക്കനും. ഞാൻ ഗൗരിയുടെ ഫാം ഹൗസിലുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പറ്റില്ലല്ലോ. 20% ഇൻക്രീസ് വേണം എന്റെ കമ്മീഷൻ. ചോർത്തുന്നതേ സംസ്ഥാന ബഡ്ജറ്റാ. ജനങ്ങളുടെ കീശയാ ചോരുന്നത്. മോനായി മനസ്സിൽ കാണുമ്പോ എൽദോ അത് മാനത്ത് കണ്ടിരിക്കും. 20 crore തന്റെ സ്വിസിൽ കയറി കഴിഞ്ഞു. ടയർ കമ്പനീസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, കോസ്മെറ്റിക്സ് ആൻഡ് ഓട്ടോമൊബൈൽസ്, ഇവരൊക്കെ അല്ലേ ഇത്തവണത്തെ ക്ലയൻസ്? യെസ്. ഇമ്പോർട്ടിംഗ് ലൈസൻസ് ഫീയും ടാക്സും ശരിക്കും കുറയ്ക്കണം. മാമോദീസ വെള്ളം വീണ തലയായത്. മോനായ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. എടോ, കൊച്ചുതുവാലയുടെ വലിപ്പമുള്ള കേരളത്തിൽ മാത്രമല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏത് ബഡ്ജറ്റിലും മോനായി പറയുന്ന അക്കങ്ങളാണ് എഴുതിയിടുന്നത്. അതെനിക്കറിയാമല്ലോ. എന്നാൽ എഴുതി ഇറങ്ങിക്കോ ബാബു. ആരാടാ ഉള്ളിൽ? ശവമാ സാർ. കൂടെ ആരുമില്ലേ? കൂടെ ആരുമില്ല, അജ്ഞാത ശവമാ. എവിടേക്കാ? മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാ, പിള്ളേർക്ക് കീറി പഠിക്കാനേ. അകത്തൊരു ശവം ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. കീറി പറിക്കാനുള്ളതാണെന്നും അറിയാം. പക്ഷെ അത് മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് അല്ലടാവേ, ഞങ്ങൾക്കാ പോസ്റ്റ്മോർട്ടത്തിന്. കർത്താവേ, വണ്ടി എടുക്ക. അൻവർ സാർ, ആ ശവം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തേക്കാം. ഓക്കെ സാർ. പണിക്കരേ, എത്തിയല്ല. നീ എന്റെ MLA കൊച്ചനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ടില്ല മാമച്ചൻ സാറേ, അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നതേ ഉള്ളൂ. നീ ഒരുങ്ങിക്കോടാ. ഡൽഹിയിൽ നിന്ന് കെട്ടിപ്പൊതിഞ്ഞുകൊണ്ടുവന്ന കോപ്പും കരുത്തും വാരിപ്പിടിച്ച് നീ അവന് കാവൽ നിന്നാലും ശരി, നിന്റെ ഈ ധിക്കാരത്തെ ഒതുക്കും ഞാൻ. ചുരുട്ടി മടക്കി പഴമ്പായിൽ പൊതിയും ഞാൻ. എന്നിട്ട് എനിക്ക് വിഷമമുള്ളടാ. അല്ലെങ്കിൽ നീ എന്നെ കൊല്ലണം ഇപ്പോൾ ഇവിടെ വെച്ച് ഈ നിമിഷം. അയ്യോ മാമച്ചൻ, ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ നിർബന്ധിക്കല. ആരെയും പുച്ഛിക്കുന്ന നിന്റെ ചങ്കൂറ്റമുണ്ടല്ലോ, സ്റ്റെഡിനെസ് ഓഫ് ഹാർട്ട്, പൊളിക്കും ഞാൻ, പൊളിച്ചടുക്കും. റോളിക്കടന്ന് നീ ആരെയും ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം മിണ്ടിയാലുണ്ടല്ലോ. വല്ല ചോട്ടാ കള്ളന്മാരോട് മതി നിന്റെ ഈ കാറിച്ചേം ബലം പിടുത്തൊക്കെ. എനിക്കെട്ട് ചൊറിയാൻ വന്നാലുണ്ടല്ലോ ഈ ഭൂമി നീ കാണില്ല. ഞാൻ ആ മോനായി ഇയാളോട് പറഞ്ഞേച്ചേക്ക് സാർ, അല്ലെങ്കിൽ മേലാപ്പിന്ന് ഫോൺ വരുവോടോ. എങ്ങനെയുണ്ട്? യെസ് സർ. വിട്ട് കഴിഞ്ഞല്ലോ സർ. യെസ് സർ, താങ്ക് യു സർ. DGP ശാസ്ത്രികൾ IPS അല്ലേ? സ്വാമി വിളിക്കും, ഇനിയും വിളിക്കും. വേണ്ടി വന്നാൽ ഓടിപ്പടിഞ്ഞ് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. എടാ, ഈ മേശയ്ക്ക് മുമ്പ് കയ്യും കെട്ടി ഓച്ചാനിച്ച് നിൽക്കുന്ന പഴങ്കഞ്ഞി മുഖ്യ ഖദറുകാരെ നീ കണ്ടിട്ടുള്ളൂ. ആ കൂട്ടത്തിലെ കേരള ഗാലൻസിലെ മാമച്ചനെ നീ കൂട്ടിട്ടുള്ളതെങ്കിൽ നിനക്ക് തെറ്റി. നീ മനസ്സിൽ കൂട്ടിക്കോ, നിനക്കുള്ള കൗണ്ട് ഡൗൺ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ടോർച്ചർ സെല്ലിന്റെ വാതില്. അൻവറേ, മാമച്ചൻ സാറിന്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തേ സർ. ഇനി എന്നെ വേണമെന്ന് എനിക്കറിയാം. നിന്നെ തല്ലിച്ചതച്ച് സമ്മതിപ്പിച്ച കുറ്റം നീ പുല്ല് പോലെ നിഷേധിക്കുന്നു. എന്നാത്തിനാ? എനിക്ക് പകരം മറ്റൊരു കൊലയാളിയെ നിയമത്തിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അച്ഛന് പറ്റുമോ? പറ്റത്തില്ല. അപ്പോ നീ എല്ലാം തുറന്നു പറഞ്ഞു. ഇനി എന്നെ മറന്നേക്ക് അച്ചായ. അച്ചായൻ അതാ നല്ലത്. ഓർമ്മയില്ല, നീ പാപിയെ തുടച്ചു കളഞ്ഞേക്ക്. രക്ഷപ്പെടാനാവാത്ത വിധം അവരെന്നെ കുരുക്കിയിട്ടിരിക്കുക. രക്ഷപ്പെടില്ല ഞാൻ. തൊലഞ്ഞുപോയി ജന്മം. മോനായി, നീ എന്തൊക്കെ ഈ പറയുന്നേ? ഇത്രയും കാലം അച്ചായൻ അറിയാത്ത നേരുകൾ. സിസ്റ്റർ അമലയെയും കാളിയറച്ചനെയും കൊല്ലിച്ചത് ഞാനാ, അച്ചായൻ പോലും അറിയാതെ. മോനായി, നീ കൊല്ലിച്ചെന്നോ? അതെ, കുരിശ് പിടിച്ച് സത്യം ചെയ്യാം, ഞാനാ കൊല്ലിച്ചത്. കൈപ്പിടിയിൽ ഒതുങ്ങിയ ലോകം സിസ്റ്റർ അമല കാരണം തകരുമെന്നുറപ്പായപ്പോ അച്ചായൻ എപ്പോഴും ഉപദേശിക്കാറില്ലേ, വഴിയിൽ കാരമുള്ളല്ല മീൻമുള്ള കണ്ടാൽ എടുത്തു മാറ്റാൻ മടിക്കരുതെന്ന്. ഞാനത് തുടച്ചു മാറ്റി. നീ എന്തൊക്കെ പൊള്ളുകളാണ് ഈ പറയുന്നേ? പൊള്ളുകളല്ല, പൊരുളുകൾ തന്നെയാ.
പട്ടിണിക്കാരൻ മോനായിക്ക് എത്ര പണം കിട്ടിയാലും വിശപ്പടങ്ങയില്ല എന്നുള്ള നേര് കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ഉന്നം മാമല മാമച്ചൻ എന്ന അച്ചായനായിരുന്നു. ധനകാര്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഈ തലച്ചോറിനോട് എനിക്ക് എന്ന് അസൂയായിരുന്നു അച്ചായ. പിന്നെ പാർട്ടിയിൽ മുന്നോട്ട് വന്നപ്പോ പിന്നാമ്പുറത്തിരുന്ന് ഞാൻ കണ്ടു ഒരു വീട്ടുകാരനവരെ പോലെ അങ്ങൊരു സംസ്ഥാനത്തിന്റെ മുഴുവൻ കണക്കുകൾ എഴുതി തള്ളുന്നത്. അപ്പോഴാണ് ഞാൻ അക്കങ്ങൾ കൊണ്ട് മനസ്സിൽ കൊട്ടാരങ്ങൾ പണിയാൻ തുടങ്ങിയത്. ഓരോ ബഡ്ജറ്റിലും കോടികളുടെ രഹസ്യ തിരിമറി, ആവശ്യക്കാർക്ക് മുൻകൂട്ടി ബഡ്ജറ്റ് ചോർത്തി കൊടുക്കുക, ടാക്സിലെടുത്ത് കളയിപ്പിക്കുക. അതിനെനിക്ക് കൂട്ടായി നിന്നത് അവനായിരുന്നു. ലോ കോളേജിൽ എന്റെയും സിസ്റ്റർ അമലയോടൊപ്പം ഒരുമിച്ച് പഠിച്ച രാജു നമശിവായം. സ്റ്റേറ്റിലെ ഒന്നാം തരം ഗുണ്ട. കാശ് കൊടുത്താൽ അവൻ ആർക്ക് വേണ്ടി എന്തും ചെയ്യും. അവനായിരുന്നു എന്റെ കായികബലം. പക്ഷെ ഒരിക്കൽ അവൻ അവന്റെ പിഴകളെ കുറിച്ചോർത്ത് മനസ്സ് നീറ്റി. അവന്റെ മനസ്സ് മാറ്റിയവൾ സിസ്റ്റർ അമല. അങ്ങനെ അവൻ ഞങ്ങളോട് തെറ്റി പുണ്യാളനാവാൻ പോയി. കഴിഞ്ഞ വർഷം തേക്കടി നിവാസിൽ ബഡ്ജറ്റ് ഡിസ്കഷൻ നടക്കുമ്പോൾ ധനകാര്യ വകുപ്പിലെ ദല്ലാളന്മാരെ കാണാൻ എനിക്ക് ഒറ്റയ്ക്ക് നേരിട്ട് അവിടെ ചെല്ലേണ്ടി വന്നു. അവിടെ എന്നെ കാത്ത ഒറ്റുകാരന്റെ മനസ്സുമായി രാജു നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ രഹസ്യമായി വന്നതും പോയതുമെല്ലാം അവൻ ക്യാമറ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ആ തെളിവുകൾക്ക് പറയാൻ അന്ന് തുടങ്ങിയ ഓട്ടം. ഇതുപോലെ ഇനിയുണ്ട് തെളിവുകൾ. എല്ലാവരും ചേർന്ന് എന്നെ കൊണ്ട് ചെയ്തു വെച്ച ഓരോ മഹാപാപങ്ങളുടെയും അളവുകളും തൂക്കങ്ങളും ലോകമറിയട്ടെ. പശ്ചാത്താപം പ്രായശ്ചിത്തത്തിലൂടെ വേണം. കുറ്റങ്ങളും പാപങ്ങളും ഏറ്റു പറയേണ്ടത് ഇരുട്ടിലിരിക്കുന്ന കരിങ്കൽ വിഗ്രഹങ്ങളുടെയും മരക്കുരിശികളുടെയും മുമ്പിലല്ല, സ്വന്തം മനസാക്ഷിയുടെ മുന്നിലാണ്, നിയമത്തിന് മുന്നിലാണ്. അത് ലോകം അറിയണം, ഉറക്കെ വിളിച്ചു പറയണം. എല്ലാം ഏറ്റു പറയാൻ ധൈര്യമുണ്ടോ രാജീവിന്? ഉണ്ട്. പക്ഷെ ഞാൻ മാത്രം ശിക്ഷിക്കപ്പെട്ടാ പോരാ. എന്നെ ഒരു ഭ്രാന്തനാക്കിയ എല്ലാവരും, എന്റെ കയ്യിൽ പുരണ്ട ചോരയിൽ പങ്കുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടണം. എങ്കിൽ എനിക്ക് വിശ്വാസമുള്ള നീതിന്യായ പീഠത്തിന് മുന്നിൽ ഞാൻ രാജുവിനെ നിർത്തും. അതുവരെ സ്വന്തം ജീവന് കാവൽ നിൽക്കേണ്ട ബാധ്യത രാജുവിന് തന്നെയാണ്. ഒരാൾക്കും പിടികൊടുക്കരുത്, ഒരു പ്രലോഭനത്തിനും കീഴടങ്ങരുത്. ഇല്ല, ഇനിയുള്ള കാലം ഒരു മനുഷ്യനായി എനിക്ക് ജീവിക്കണം സിസ്റ്റർ. എന്റെ അപ്പ, അമ്മ, അനിയത്തി, ഇവർക്കൊക്കെ വേണ്ടി എനിക്ക് ജീവിക്കണം സിസ്റ്റർ. ഞാൻ വരട്ടെ. ഓഹോ, അപ്പൊ നിങ്ങളാണ് അവന്റെ പുതിയ രക്ഷക. എന്നാ കേട്ടോ, ഒരു കന്യാസ്ത്രീക്ക് കിളക്കാൻ പറ്റിയ മണ്ണല്ല ഇത്. അവനെ വിളിച്ച് കുമ്പസാരിപ്പിച്ച് മാനസാന്തരം വരുത്തി ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ചോ. പക്ഷെ കേട്ട കഥകൾ കൊണ്ട് അങ്ങാടി വിലപേശാൻ ഇറങ്ങിയാൽ കിഴക്കോട്ട് തലവെച്ച് കിടത്തുന്ന ഞാൻ ഒടിച്ചു മടക്കി പൊട്ടക്കിടക്കിലെറിയും. മിസ്റ്റർ മോനായി, തന്റെ കൈകൊണ്ട് ചാകാൻ വിധിയുള്ള ഒരു പടി ജന്മമല്ല എന്റേത്. തുടങ്ങിയാൽ അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. അവസാനിപ്പിക്കുക തന്നെ ചെയ്യും ഞാൻ. സാറേ, ഇവിടെ കയറി കിടക്കല്ലേ, തൂമ്പാ താഴെയല്ല. മാനസപുത്രന്റെ കുമ്പസാരം തീർന്നിട്ടില്ല മാമച്ച. ഞാനെല്ലാ സത്യങ്ങളും പറയാം. രാജുവിനെ വെച്ച് സിസ്റ്റർ അമല എന്റെ നെഞ്ചിൽ തീ കോരിടാൻ പോകുന്നു അറിഞ്ഞപ്പോ എന്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ അവളെയും അവന്റെ കാര്യത്തിൽ ദൈവം എന്നോട് കരുണ കാണിച്ചു. കോറയിലിട്ട് കൊന്നു മലർത്തി അവനാരോ. പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനത്തിന് സമയം ചോദിക്കാൻ അമല പോയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോ സിസ്റ്റർ അമലയ്ക്ക് ഒറ്റ രാത്രിയുടെ ആയുസ് മാത്രം മതി ഞാൻ കാർലോസിനോട് പറഞ്ഞു. രാത്രി പാപ്പി ഒരിക്കൽ വഴിയിലൂടെ കടഞ്ഞെന്ന് കാർലോസ് സിസ്റ്ററെ കൊന്ന് കിണറ്റിൽ വലിച്ചെറിഞ്ഞു. അന്വേഷണത്തിന് ശക്തി കൂടിയപ്പോ തെളിവുകൾ അച്ഛന് നേരെ പതുക്കെ പതുക്കെ ക്രിയേറ്റ് ചെയ്തു വെച്ചു കാർലോസ്. എന്താ തൊണ്ട വരളുന്നുണ്ടോ മാമച്ച? ദൈവം കുടിച്ചേ. ഇനി എനിക്ക് ഇങ്ങനെ ശിഷ്യനില്ല. കൈരളി കോൺഗ്രസ് ഇങ്ങനെ മെമ്പറും ഇല്ല പണിക്കരെ. എഴുതി തള്ളി ഞാൻ അവനെ. മാപ്പ്. മുന്നോട്ട് വെച്ച ഓരോ കാലടിക്കും താഴെ മുള്ളു വതറിയതിന്, അപമാനിച്ചതിന്, നേര് കണ്ടുപിടിച്ചത് എന്റെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല പണിക്കരെ. മാമല മാമച്ചന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? വേറെന്ത് പറയാനാ എന്റെ പണിക്കരെ? കൊണ്ടുപോയി കഴിവിലേറ്റ് അകത്ത് കിടക്കുന്ന മഹാഭാവിയെ കൂടെ നടന്ന് എന്റെ അടിവേര് മോന്താ നോക്കിയവനാ അവൻ. എന്റെ മാതാവേ, ഞാൻ എന്തോന്നായി കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. പാവം കാളിയാറച്ചൻ. ആദ്യം IG ജെയിംസ് കുട്ടി, പിന്നെ പോളച്ചൻ, ഒടുക്കന്റെ മോനായി. എണ്ണേണ്ടത് മാമച്ചനല്ല, ഒടുക്കത്തേത് മോനായിയുമല്ല.
അന്ന് അരമന മുറ്റത്ത് വെച്ച് തന്നോട് ഞാൻ പറഞ്ഞു, ഒന്നൊന്നായി എണ്ണിക്കൊണ്ടെല്ലാം ഞാൻ തീർത്തു കിട്ടും, അതിൽ ഒടുക്കത്തേതാവാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോളാൻ. നീ പിന്നെയും ചൊറിഞ്ഞ് എന്റെ മേത്തോട്ട് കയറുകയാണല്ലേ? എടാ അവനല്ലേ സമ്മതിച്ചില്ലേ, എല്ലാം ഏറ്റു പറഞ്ഞില്ലേ, പിന്നെ നിനക്കെല്ലാത്തിന് സൂക്കേടാ? തലതൊട്ടപ്പന്റെ ജീവൻ രക്ഷിക്കാൻ മാനസപുത്രന്റെ ആത്മാഹൂതി. എന്താ അങ്ങനെ ആയിക്കൂടെ? കരുതിയിരുന്നോ മാമച്ച? എന്റെ പേരവൻ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ നീ എനിക്ക് ടൊലത്തും. ഒന്ന് പോണേ ഇറക്കാ. നിക്കടാ അവിടെ. ഇയാളെ അറിയോ? ഇവനാരാ? കണ്ട ചെമ്മാനും ചെരുപ്പൂത്തൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? ചെമ്മാനും ചെരിപ്പൂത്തിയൊക്കെ മറ്റൊരു ചെമ്മാനും ചെരിപ്പൂത്തിക്ക് തിരിച്ചറിയാൻ കഴിയും. മാമച്ചന് പറ്റും. ഒന്ന് ഓർത്ത് നോക്കി. ഓർക്കാനൊന്നുമില്ല, എനിക്ക് ഇവനെ അറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഇപ്പോഴോ? ഓർമ്മ വരുന്നുണ്ട്. മാമച്ചന്റെ ഫാം ഹൗസിൽ വെച്ച് നടത്തിയ ആഘോഷത്തിന്റെ സാക്ഷിപത്രമാണിത്. നൗ സ്പിറ്റ് ദ ട്രൂത്ത്. ഇപ്പൊ പിടി കിട്ടി. ഉം. ഇവനാ മോനായിയുടെ ഫ്രണ്ടാ. ബോംബെയിലെ മട്ടർച്ച് എക്സ്പോർട്ടറാ. ഇവന് പുതിയൊരു എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിയപ്പോ അതിന്റെ ഒരു ആഘോഷം നടന്നു. മോനായി നിർബന്ധിച്ചപ്പോ ഞാൻ അവിടം വരെ പോയി തല കാണിച്ച് തിരിച്ചു പോരുകയും ചെയ്തു. അല്ലാതെ ഓർത്തു വെക്കാൻ മാത്രം ബന്ധമൊന്നും ഞാനും അവനുമായിട്ടില്ല. സാർ, അയിനിക്കര സ്റ്റേഷനിൽ നിന്ന് മെസ്സേജ്. കാർലോസ് രക്ഷപ്പെട്ട ജീപ്പ് കണ്ടെത്തി. താങ്ക്സ് മൈ ലോർഡ്. നേരൊന്നേ ഉള്ളൂ മാമച്ച. അത് പറയാതിരിക്കാൻ മാമച്ചന് ശ്രമിക്കാം, പറയിപ്പിക്കാൻ ഞാനും. കാർലോസ് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ജീപ്പ് ഇത് തന്നെയാണ് സാർ. ഒന്നുകിൽ അവൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിനിടയ്ക്ക് വല്ല ആക്സിഡന്റും. നോനോ, ആദ്യം പറഞ്ഞതിന് തന്നെയാണ് സാധ്യത. പക്ഷേ ഈ പോലീസ് ജീപ്പ് അവനെങ്ങനെ കിട്ടി? ഇത് റിസർവ് ക്യാമ്പിലെ ജീപ്പ് തന്നെയാണല്ലോ, ഉറപ്പല്ലേ? അതെ സാർ, കഴിഞ്ഞ ആഴ്ച ഓപ്ഷനിൽ വിറ്റ ജീപ്പായത്. ആ, യെസ്. ഈ ജീപ്പ് ലേലത്തിൽ പിടിച്ചത് ആരാണ്? ഇവനാണ് സാറേ പുള്ളി. പോലീസിലെ ആക്രി സാധനങ്ങൾ തൂക്കിയെടുക്കുന്നവൻ, തുരുമ്പ് ചുമ്മാർ. ഈ തുരുമ്പ് ഒരു തുമ്പാവും സാർ. ചുമ്മാറിന്റെ തുമ്പിൽ പിടിച്ച് ചുമ്മാ ഒന്ന് ഞെരടിയാൽ തുരുമ്പും ക്ലാവ് ഇളകി ചെമ്പ് പുറത്തു വരും. വേണ്ട വേണ്ട, ദാ, ഇവനുമായിട്ട് തനിക്ക് എന്താ ബന്ധം? എനിക്കൊരു ബന്ധമില്ല സാറേ. ഈ പാട്ടയ്ക്ക് 50,000 തരാന്ന് പറഞ്ഞപ്പോ ഞാൻ മറ്റൊന്നും ചോദിച്ചില്ല. പിന്നെ IG ജെയിംസ് ചർച്ചിലാണെന്ന് പറഞ്ഞപ്പോ എടുത്തങ്ങ് കൊടുത്തു. അതെ സാർ. എവിടെ വെച്ചാ ഈ ജീപ്പ് അയാൾക്ക് കൈമാറിയത്? ആണ്ടിക്കടവ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അവിടെ ജീപ്പാട്ടി എന്നപ്പോ കാശുമായിട്ട് ഇയാളുണ്ട്. ആണ്ടിക്കടവിൽ തന്നെ കൊണ്ടുചെല്ലണമെന്ന് പറയാൻ കാരണം? എനിക്കറിയത്തില്ല സാറേ. താമസം എവിടെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോ അക്കരെയാണെന്നാ പറഞ്ഞേ. അൻവർ, എവിടെയാണ് ഈ ആണ്ടിക്കടവ്?